ചെറുപ്പക്കാരേ, ഉമ്മമാരേ, സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങാതെ അതാ നിങ്ങൾ കൃത്യമായി എഴുന്നേറ്റ് 2 റക്അത്ത് സുബഹി നിസ്കരിക്കണേ. ഓ യുവാക്കളെ, നിങ്ങളെ തൊട്ടടുത്തുള്ള പള്ളികൾ, ആ പള്ളികളിൽ പോയി നിങ്ങൾ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കണേ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞങ്ങൾ സഹാബികളെ കൂട്ടത്തിൽ രോഗികളുണ്ടായാൽ ആ രോഗിയായ മനുഷ്യനെ 2 കൈയുമെടുത്ത് 2 ആളെ ചുമലിൽ തോളിൽ വെച്ചിട്ട് കാലി അഴച്ചഴച്ച് നടന്ന് സഫിൽ കൊണ്ടുപോയി നിർത്തിക്കൊടുക്കുന്ന പതിവ് ഞങ്ങൾക്കുണ്ട്. എന്നാലും ജമാഅത്തായിട്ടല്ലാതെ ഞങ്ങൾ നിസ്കരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതാ അനിവാര്യ കാരണങ്ങളില്ലെങ്കിൽ ഉമ്മയുടെയും കുടുംബത്തിന്റെയും ആ കഠിനാധ്വാനത്തോടുകൂടെ നമ്മെ വളർത്തിയെടുത്തതിനൊരു നന്ദിയുമില്ലാത്ത ചെറുപ്പക്കാരനായി, ഒരു നന്ദിയുമില്ലാത്ത പെൺകുട്ടികളായി വളരല്ലേ ചെറുപ്പക്കാരേ. കണ്ണൂർ ജില്ലയിൽ നിന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് പൊട്ടിക്കരയുകയാണ്, എന്റെ മകളെ ഞാൻ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ചു ഉസ്താദേ, പഠിപ്പിച്ചു നന്നായി പഠിപ്പിച്ചു. ഇപ്പോഴതാ എന്റെ മകള് ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് പറയുന്നു, എനിക്ക് അവനല്ലാതെ വേണ്ട. ഞാൻ ആ കുടുംബവുമായി അന്വേഷിച്ചു നോക്കുമ്പോ വെറും തെമ്മാടിത്തം ചെയ്യുന്ന കുടുംബം, ഒരു നിലക്കും എനിക്ക് യോജിക്കാൻ കഴിയില്ല. നിസ്കാരമില്ല, മദ്യപാനമുണ്ട്, സർവനാശങ്ങളുമുണ്ട്. എന്റെ മകൾ എന്ത് പറഞ്ഞിട്ടും ബാപ്പ എനിക്ക് പ്രശ്നമല്ല, ഉമ്മ എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് ഉസ്താദെ എന്ത് നേർച്ച വേണമെങ്കിലും തന്നേക്കാം, ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് വന്ന് പറയുകയാണ്. ഇത് വെറും കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേട്ടോ, അതേ സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് എന്നെ വിളിക്കുന്ന ഒരാള് സങ്കടത്തോടെ പറയുന്നു, എത്ര കാശ് വേണമെങ്കിലും നേർച്ച തരാം സിറാജുൽ ഹുദയില്, പക്ഷേ എന്റെ മകൻ പഠിച്ചു വളരെ പഠിച്ച് ഇപ്പോൾ അതാ വിദേശ രാജ്യത്ത് പഠിക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് അവൻ ഏതോ ഒരു യൂറോപ്യൻ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ഫിലിപ്പൈനി പെണ്ണിനെ അവൻ കണ്ടുവച്ചിട്ടുണ്ട് പോൽ. ആ പെണ്ണിനെ വിവാഹം കഴിക്കണം പോൽ. എന്റെ വീട് കണ്ണോക്കുള്ള വീട് പോലെയാണ് ഉസ്താദേ. എന്തേ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ നന്ദിയില്ലാതെ പോയത്? എന്തേ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ നന്ദിയില്ലാതെ പോയത്? ഓ പെൺകുട്ടികളെ, ഓ ചെറുപ്പക്കാരെ, ചെറിയ പിഞ്ചു മക്കളെ ഉമ്മമാര് പോറ്റുന്ന കഠിനാധ്വാനം നിങ്ങളൊന്ന് നോക്കൂ. ബാപ്പാര് വിയർപ്പൊലിപ്പിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊലിപ്പിച്ചിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും നമ്മുടെ എല്ലാ സംഗതിക്കും ചെലവഴിക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഒരല്പവും നന്ദിയില്ലാത്ത മക്കളായി വളരുന്നതിന് പകരം ബാപ്പയെയും ഉമ്മയെയും ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സന്തോഷമുള്ള ഭാര്യമാരെ തരണേ അല്ലാ, സന്തോഷമുള്ള സന്താനങ്ങളെ തരണേ അല്ലാ, മുത്തഖീങ്ങൾക്ക് മാതൃകയായുള്ള ജീവിതം തരണേ അല്ലാ എന്ന് മഹാന്മാര് പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആന് പറഞ്ഞില്ലേ. ഞാനത് പ്രത്യേകം ഒരു പ്രസംഗം നടത്തി. 2-3 CD ആ വിഷയത്തിൽ തന്നെ ഉണ്ടല്ലോ. സന്തുഷ്ട കുടുംബം സ്വർഗീയ സുഖം. കേട്ടൊന്ന് നോക്കണേ ചെറുപ്പക്കാരെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നന്ദിയില്ലാത്ത മക്കളായി വളരുന്നതിന് പകരം നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും അന്തസ്സ് സൂക്ഷിക്കണം. ബാപ്പയുടെയും ഉമ്മയുടെയും അഭിമാനം കാത്തു സൂക്ഷിക്കണം. ആ ബോധമില്ലാത്തവരാകരുത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ മദ്യത്തിന്റെ പിന്നാലെ പോകല്ല, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല. സുബ്ഹാനല്ലാഹ്, ആ ഒരു ചെറുപ്പക്കാരൻ ദുബായിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഉസ്താദേ നിങ്ങൾ വയലിൽ പറയണം. എന്തേ മോനെ? ഞങ്ങളെ റൂമിൽ നിന്നൊരാൾ വിദേശത്ത് ജീവിക്കുന്ന ഒരാൾ നാട്ടിലേക്ക് പോയി, കല്യാണം കഴിച്ചു. കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നു സ്വന്തം ഭാര്യയുടെ സ്വകാര്യ ജീവിതത്തിൽ പങ്കാളിത്തം, അതേ സ്വകാര്യ ജീവിതം പങ്കിടുന്ന രംഗങ്ങൾ മുഴുവനും ടെലിഫോണിൽ പിടിച്ചെടുത്തു കൊണ്ടുവന്ന് റൂമിലേക്ക് വന്നു. അദ്ദേഹം അതിടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി രസിക്കും. പിന്നാലില്ല, ഒരു സംസ്കാരമില്ലാത്ത ഏർപ്പാട്. ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷെ ആ ഫോണും റൂമിൽ വെച്ചൊരു ദിവസം ഇവൻ മറന്നുപോയി. ഈ റൂമിൽ വെച്ച് മറ്റൊരാൾ ആ ഫോൺ എടുത്തു. ആ ഫോണിലെ ഈ അശ്ലീല ചിത്രങ്ങൾ മുഴുവനും അവന്റെ ഫോണിലേക്ക് കയറ്റി.
പിന്നീട് എല്ലാ ഫോണിലേക്കും വിതരണം ചെയ്തു. എന്നോടും ചോദിക്കുന്നു, നിന്റെ ഫോണിൽ കേട്ടിത്തരട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കത് കാണണ്ട ഉസ്താദേ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഞാനിത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. നമ്മുടെ സമുദായം മതപ്പതിച്ചൊരു രംഗം വെറുതെയാണോ സഹോദരാ? ഈ സമുദായത്തിന്റെ പിഞ്ചുമക്കളുടെ തലയിൽ അതാ ഗസ എന്ന് പറയുന്ന ഗാസയിൽ, അതേ ഫലസ്തീനിൽ ബോംബ് വന്ന് വിട്ടിയിട്ട് പിഞ്ചുമക്കൾ പൊട്ടിത്തെറിക്കുകയല്ലേ? ഇന്നും അവിടെ അക്രമം നടത്തുകയല്ലേ ഇസ്രായേൽ? നമുക്ക് ഈ സമുദായത്തെ കുറിച്ച് ബോധമുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നകന്നുകൊണ്ടുള്ള ജീവിതം. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് തിരിക്കണം മനസ്സ്. അതിനാണ് ഇത് മുഴുവനും ഞാൻ പറഞ്ഞത്. റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണം. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അത്തരത്തിലുള്ള ഒരു അശ്ലീല പ്രവർത്തനങ്ങളും ചെയ്യല്ലേ ചെറുപ്പക്കാരാ. അതുപോലെ മറ്റൊരുത്തന്റെ ഭാര്യയുടെ ചിത്രം നീ പകർത്തല്ലേ ചെറുപ്പക്കാരാ. നീ